ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു മന്തി ഉണ്ടാക്കിയാലോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റൗവിൽ കുക്കിംഗ് പോട്ട് വെച്ചിട്ട് അതിൽ ചിക്കൻ ആഡ് ചെയ്യാം. സബോള 2 കപ്പ് ചെറുതായി അരിഞ്ഞത്, ഒരു ഫുൾ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് തൊലി കളയാത്ത 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് മന്തി മസാല. നമ്മുടെ മാഗി ക്യൂബും ഇതേപോലെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ആൻഡ് കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് മിക്സിങ് ആരംഭിക്കാം. വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഈ റൈസ് വേവിക്കാനുള്ള ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു പോട്ട് വെള്ളം വെക്കാം. അതിലേക്ക് കുറച്ച് പട്ട, ബേ ലീവ്സ്, ഉണക്ക നാരങ്ങ, ഏലക്ക, കരിയാമ്പൂ, പിന്നെ ഉപ്പും ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം അരമണിക്കൂർ കുതിർത്തരി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഹാഫ് കുക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതേസമയം തന്നെ നമ്മുടെ ചിക്കനും നമ്മളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് രണ്ടും പ്രിപ്പയർ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സൈഡ് ഡിഷായ മയോനൈസും സാൽസയും ഉണ്ടാക്കാം. മയോനൈസിനായിട്ട് ആദ്യം കുറച്ച് മുട്ട പുഴുങ്ങിയത്, തൊലി കളയാത്ത വെളുത്തുള്ളി ഒരു 10 അല്ലി, ഉപ്പ്, പഞ്ചസാര, കുറച്ച് പാലൊഴിക്കുക. അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡായി വന്നതിന് ശേഷം അതിൽ കുറച്ച് സുർക്ക ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മയോനൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി സാൽസ പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് പുതിന, മല്ലിച്ചപ്പ്, മുളക്, ഉപ്പ്, പഞ്ചസാര, ജീരകം, പിന്നെ കുറച്ച് സുർക്കയും ആഡ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡായി വന്നതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് സബോള ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൽസ റെഡി. ഇനി നമ്മുടെ ഹാഫ് കുക്ക്ഡ് റൈസ് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ഡിഷ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കനൽ റെഡിയാക്കുകയാണ്. സ്മോക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓപ്ഷണലായിട്ട് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളകും ഇതേപോലെ ഭംഗിക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കനൽ ഇറക്കി വെക്കാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി അത് കുറച്ച് നേരം സ്മോക്ക് ചെയ്യാൻ വെക്കാം. സ്മോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൈസും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതേപോലുള്ള വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.